തൊടുക്കുമ്പോൾ വലിയ വിനാശകാരിയാവുന്ന ഏറ്റവും ശക്തിയേറിയ ആയുധമാണ് പരമശിവന്റെ ത്രിശൂലം. ആ മഹാശക്തിക്കല്ലാതെ മറ്റൊരു മാർഗത്തിലൂടെയും അതിനെ തടയാനും നിയന്ത്രിക്കാനും കഴിയില്ല. സംഹാരമൂർത്തിയായ പരമശിവന് നീലകണ്ഠൻ എന്നൊരു നാമം കൂടിയുണ്ട്. चटाकली गलज्जल प्रवाह पावित स्थले गलिताम्बुजंग तुंग मालिका मुट्ट 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 नाग बंड चकार चंडितांग वक्त नोतु न शिव हर हर शिव शंकर नीलकंठ गंगाधर विशाल बैठे मृग नैन छाए बाधे तनना 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 किशोर चंद्रशेखरे धराधरेन्द्र नंदनी विलास बंधु गंध संतति प्रमोदमान मानसे कृपा कटाक्ष दूरणी निरुद्ध दुर्धरापति चित्ति रमणे मनो विनोद में तुस्तुनी भुजंग प्रणामणि प्रभा कथम कुंकुमादा प्रणत दिग्वधूके मदन सिंधु सुरत्व गुप्तरीय मृदुले मनो विनोद वर्धितम विभर्तु भूत भर ജരാനരകൾ ബാധിക്കട്ടെ എന്ന ദുർവാസാവു മഹർഷിയുടെ ശാപത്തിൽ നിന്നും മുക്തി നേടാൻ ദേവന്മാർ ചേർന്ന അനശ്വരതയുടെ അമൃത് കടയുമ്പോൾ കാളകൂട വിഷം പുറത്തു വരുന്നു. കാളകൂട വിഷത്തിന്റെ ഒരു തുള്ളിയെങ്കിലും ഭൂമിയിൽ പതിഞ്ഞാൽ ഭൂമിയുടെ സർവനാശം. സംഹാരമൂർത്തിയായ നാം ഉള്ളപ്പോൾ ഈ പ്രപഞ്ചത്തിന് ഒരാപത്തും സംഭവിക്കുകയില്ല. അരുത് പ്രാണേശ്വര, അങ്ങില്ലെങ്കിൽ എനിക്കോ ഈ പ്രപഞ്ചത്തിനോ നിലനിൽപ്പില്ല. അങ്ങനെ വിഷം കണ്ഠത്തിൽ ഉറച്ചുപോയ ഭഗവാന് നീലകണ്ഠൻ എന്ന നാമോദയം ലഭിച്ചു. സംഹാരമൂർത്തിയായ ഭഗവാന് ആപത്തൊന്നും വരാതെ പാർവതീദേവിയും മറ്റു ദേവീദേവന്മാരും ഭൂതഗണങ്ങളും ഉറങ്ങാതെ പ്രാർത്ഥിച്ച ദിവസമാണ് മഹാശിവരാത്രി.